ഈ വായ്നാറ്റം എന്ന് പറയുന്നത് ഭയങ്കര ഒരു സാമൂഹ്യ പ്രശ്നമാണ്. നമ്മുടെ ഉള്ള നല്ല ബന്ധങ്ങൾ പോലും ഇല്ലാതാക്കാൻ കെൽപ്പുള്ള ഒരു വില്ലനാണ് ഈ വായ്നാറ്റം. മറ്റൊരാൾക്ക് വായ്നാറ്റമുള്ള ഒരാളുടെ അടുക്കിലേക്ക് വരാൻ താല്പര്യക്കുറവുണ്ടാവും, ക്ലോസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. ആ വ്യക്തിയെ പറ്റിയുള്ള ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ മതിപ്പ് തന്നെ വ്യത്യസ്തമാവും. അതുപോലെ തന്നെ ഈ വായ്നാറ്റം ഉള്ള ഒരാൾക്ക് അയാൾക്ക് വായ്നാറ്റം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് ആവും, ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ആവും. മറ്റ് വളരെ ക്ലോസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ട ആൾക്കാരുടെ ഇടയ്ക്ക് പോലും ഇന്ററാക്ട് ചെയ്യാണ്ട് അകലം പാലിച്ചു നിൽക്കും. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ഒരു തെറ്റിദ്ധാരണയും കൂടെ അവിടെ ഉണ്ടാവും. അതായത് ഇനി ഇദ്ദേഹത്തിന് താല്പര്യമില്ലാഞ്ഞിട്ടാണോ എൻ്റെ അടുത്തേക്ക് വരാത്തത്, പാർട്ട്നേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ അങ്ങനെ ചിന്തിക്കാമല്ലോ. പക്ഷെ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ കോംപ്ലക്സ് കൊണ്ടായിരിക്കും അദ്ദേഹം അടുത്തോട്ട് ചെല്ലാത്തത്. പക്ഷെ അതൊരു തെറ്റിദ്ധാരണയിലേക്ക് പോവുകയും ബന്ധം ശിഥിലമാവുകയും ചെയ്യും. ഇൻറ്റിമസി നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു. നമുക്ക് സ്നേഹം അല്ലെങ്കിൽ കരുതലൊക്കെ കാണിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ആശ്ലേഷിക്കും അല്ലെങ്കിൽ ചുംബിക്കും. ഇതൊക്കെ ചെയ്യാനുള്ള ഒരു മടി ഈ വായ്നാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാവും. ഇതൊക്കെ ഓരോ രീതിയിലായിട്ട് ഗ്രാജുവലായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പിനെ ഇതിങ്ങനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം ഇങ്ങനെ വായ്നാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വായ്നാറ്റം ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ആദ്യം കാണേണ്ടത് ഡെന്റിസ്റ്റിനെയാണ്. കാരണം 80% വായ്നാറ്റത്തിൻ്റെ കാരണം വായ്ക്കുള്ളിൽ നിന്ന് തന്നെയായിരിക്കും. ബാക്കി ഒരുപാട് റീസൺസ് ഉണ്ട്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസും മാറ്റങ്ങളും ഒക്കെ ഇതിന് കാരണമാകുന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു ഡെന്റിസ്റ്റിനെ തന്നെ ആദ്യം കണ്ട് റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.